മറ്റാരുണ്ട് LDF അല്ലാതെ? തിരുവനന്തപുരം നഗരത്തിൽ മ്യൂസിയത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. നമുക്കിപ്പം വി കെ പ്രശാന്ത് ഉണ്ട്. വി കെ പ്രശാന്ത് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. രാവിലെ നടത്തമൊക്കെ കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നവരാണെന്ന് തോന്നുന്നു. റെസ്റ്റ് ചെയ്യാൻ തന്നെ എത്ര റൗണ്ട് നടന്നു? 6 റൗണ്ട് അല്ലേ? എത്ര റൗണ്ട് നടന്നു? 8. കണ്ട 8 2 റൗണ്ട് കൂടുതൽ നടന്നിട്ടുണ്ട്. 3 റൗണ്ട്. അതെന്താണ് കുറഞ്ഞു പോയി? വീട്ടിൽ നടന്നു വന്ന റൗണ്ട് കൂടെ കൂട്ടി. കുറച്ച് വൈകി പോയി. പക്ഷേ പ്രശാന്ത് സഹാവിനെ കണ്ടപ്പോ പിന്നെ നിൽക്കണമെന്ന് തോന്നിയാണ്. പിന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കണ്ടപ്പോ അങ്ങനെ നിൽക്കണമെന്ന് തോന്നി. പിന്നെ ശരി. 3 റൗണ്ട് ഉണ്ടായി. എന്താ മൊത്തത്തിലൊരു രാഷ്ട്രീയ ചലനം കേരളത്തിൽ? രാഷ്ട്രീയ ചലനം സർക്കാർ മാറൂ? സർക്കാർ മാറാൻ സാധ്യത കുറവാണ്. എന്താ അങ്ങനെ തോന്നുന്നത്? അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ടുള്ള ഇവരുടെ പ്രവർത്തന മണ്ഡലങ്ങള്. സാറ് പാർട്ടി മെമ്പറൊന്നും അല്ലല്ലോ? അല്ല പാർട്ടി മെമ്പറല്ല. ഈ തിരുവനന്തപുരത്തുകാരുടെ വിശകലനങ്ങൾ ഏകദേശം കൃത്യമായിരിക്കും നമ്മളിങ്ങനെ പറയാറുണ്ട്. കാര്യം അവര് മാറുന്നുണ്ടെങ്കിൽ ഒരു പൾസ് തിരുവനന്തപുരത്തേക്ക് ആദ്യം കിട്ടുമെന്ന് പറയും. ഈ ഭരണസ്ഥിരാ കേന്ദ്രം ഉള്ളതുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പം മാറാൻ സാധ്യത ഇല്ലെന്നാണ് പറയുന്നത്. എന്റെ അഭിപ്രായം പെർഫോമൻസ് ബേസിൽ മാറേണ്ട ആവശ്യമില്ല. ഗവേണൻസ് നന്നായിരുന്നു. അതെ അല്ലേ? അങ്ങനെ ഒരു അഭിപ്രായം തോന്നുന്നു. പാർട്ടി അനുഭാവിയൊന്നുമല്ല അല്ലേ? അല്ലല്ല, ഒരു പാർട്ടിയുടെ അനുഭാവിയൊന്നുമല്ല. സർവീസിലായിരുന്നു സാറ് ഏതെങ്കിലും? അതെ, ഞാൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു. ഓക്കെ. എവിടെയായിരുന്നു? സർവീസിലായിരുന്നു? ഞാൻ KSRTC ഞാൻ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റാണ്. കോപ്പറേറ്റീവ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റാണ്. സർക്കാർ മാറണമെന്നൊക്കെയാണ് പ്രതിപക്ഷം പറയുന്നത്. ഇല്ല സർക്കാർ മാറുന്ന എവിടെ? സർക്കാർ ശക്തമായിട്ട് മുന്നോട്ട് പോകും. തുടരും. ഭരണവിരുദ്ധ വികാരം ഒരു വികാരവും ഇല്ല. 10 വർഷത്തിനൊരു മടുപ്പുണ്ടാവില്ല. ഒരു മടുപ്പും ഇല്ല. ഈ ജനങ്ങൾ അതൊക്കെ അനുഭവിച്ചിരിക്കുകയല്ലേ, സുഖമായിട്ട് പോകും. പ്രശാന്ത് സഹാവിനെ പോലുള്ളവരൊക്കെ അടുത്ത നിയമസഭയിൽ വീണ്ടും വരണം. പിണറായി സഹാവിന് ഒരു ശക്തമായിട്ടൊരു പിന്തുണ. ആണോ? പിന്നെ തീർച്ചയായും. എന്താ ചേട്ടാ അഭിപ്രായം? സർക്കാർ മാറുമെന്ന് തോന്നുന്നുണ്ടോ? മാറ്റം അത് ബാലൻസിലാണ്. അല്ലല്ല, അങ്ങനെയല്ലല്ലോ. വളരെയധികം നല്ല കാഴ്ചവെച്ച ഇതിനു മുമ്പ് ഇടതുപക്ഷം കേരളം ഭരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം അത് അങ്ങനെയല്ല വന്നത്. വളരെയധികം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് മുമ്പോട്ട് വന്നിട്ടുള്ളത്. വളരെയധികം നല്ല രീതിയിലുള്ള കാഴ്ചകളാണ്. എല്ലാ ലോക്കൽ കമ്മിറ്റി അംഗമാണ്? ഒന്നുമില്ല, ഞാൻ നിഷ്പക്ഷമാണ്. അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ ഉള്ള വ്യക്തിയല്ല ഞാൻ. കോൺഗ്രസ് കയ്യിൽ ഈ സർക്കാരിനെ കൊടുത്തുന്നത് പരീക്ഷിച്ച് നോക്കിക്കൂടെ? രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിക്ക് എത്രയോ തവണ വന്നു. അല്ല, അത് ആവാം, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ബാലൻസ്ഡ് ആണ്. സർക്കാരിന്റെ പെർഫോമൻസിനെ മികച്ചതെന്നാണ് വിലയിരുത്തുന്നത്. ഇപ്പം ഒരാഴ്ച മുമ്പുണ്ടായിരുന്നത് UDF മുൻതൂക്കം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം LDF കയറി വന്നിട്ടുണ്ട്. എന്താണ് സാർ അങ്ങയുടെ അഭിപ്രായം? അങ്ങനെയാണോ? LDF ഉറപ്പായിട്ട് വരും. ആണോ? എന്തുകൊണ്ട് LDF വരണം? നല്ല ഭരണം, മികച്ച ഭരണമാണ്. പക്ഷെ പ്രതിപക്ഷം പറയുന്നു അല്ല, മികച്ച ഭരണമല്ല, ഇങ്ങനെയൊന്നും അല്ല കേരളം പോകേണ്ടതെന്ന് പറയുന്നു. അവർക്കൊരു നിയോ കേരളം എന്നൊരു പദ്ധതിയുണ്ട്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വരുന്നു, 3000 പെൻഷൻ ആവുന്നു. ഇത്രയും സമഗ്രമായ വികസനം നടത്തിയ ഒരു സർക്കാർ കേരള ചരിത്രത്തിലില്ല. പ്രത്യേകിച്ച് നമ്മളെ MLA ബ്രോയുടെ മണ്ഡലത്തില് ഇതുപോലെ വികസനം, ഇത്രയും സാമ്പത്തിക ഞെരുക്കത്തിലും ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു MLA ഇല്ല. പക്ഷേ തെറ്റിദ്ധരിക്കരുത്, ഇത് ബ്രോയുടെ കൂടെ പ്രചരണം നടത്തുന്ന ആൾക്കാരല്ല. രാവിലെ നടക്കാൻ വന്നപ്പോ ഇവരെ കണ്ടതാ. ആണല്ലേ? അപ്പം മാറില്ല. ഓക്കെ, നമസ്കാരം സാർ. നമസ്കാരം. അപ്പോ എന്താ മൊത്തത്തിൽ തുടർന്നേ മതിയാകും? എന്താണ് നിങ്ങൾ സർവീസ് സംഘടനയുള്ള ആൾക്കാരല്ലേ? ഞാൻ സെൻട്രൽ ഗവൺമെന്റിലായിരുന്നു. ഓക്കെ. എന്താണ് സെൻട്രൽ ഗവൺമെന്റും കൂടി ആകുമ്പോൾ അതിനകത്ത് വേറൊരു അർത്ഥം കൂടി ഉണ്ടല്ലോ. എന്താ തുടരണം എന്ന് പറയാൻ കാര്യം? കേരള രാഷ്ട്രീയം കേരളത്തെ ശരിക്കും വാച്ച് ചെയ്യുന്ന ഒരാളാണ്. 2016 മുമ്പുള്ള കേരളമല്ല ഇപ്പോഴത്തെ കേരളം. ഓക്കെ. ആ കാലഘട്ടത്തെ തിരിച്ചു പോകാൻ യാതൊരു ആഗ്രഹമില്ല. ഈ ഇപ്പൊ നമ്മൾ പറയും ആസ്പിരേഷണൽ കേരളം, അതായത് അഭിലാഷമുള്ള, ആഗ്രഹമുള്ള ചെറുപ്പക്കാരുടെ കേരളമാണ്. അപ്പൊ പുതിയ കേരളത്തിന്റെ നിർമ്മിതിക്ക് പിണറായി സർക്കാർ തന്നെ തുടരണോ, അതോ കുറച്ചുകൂടി ഇപ്പൊ VD സതീശനോ രമേശ് ചെന്നിത്തലയോ ഒക്കെ വരുന്നതാണോ? ഒരു ചാൻസ് എടുക്കാൻ ഉള്ള ഇതില്ല നമുക്ക്. റിസ്ക് എടുക്കാൻ പറ്റില്ല. റിസ്ക് എടുക്കാൻ പറ്റില്ല, ഒട്ടും പറ്റില്ല അല്ലേ? കേരളം ഒരു നിർണായക ഘട്ടത്തിലാണ്. റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നോട്ട് ദ പോയിന്റ്, ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. അപ്പൊ റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടാണോ? LDF തുടരണോ? എന്താ അങ്ങനെ പറയാനായിട്ട്? അല്ല, ഒരുപാട് ജനക്ഷേമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വലിയ പ്രോജക്റ്റുകൾ വന്നില്ലേ? ഇവര് അത് കണ്ടിന്യൂ കൊണ്ടുപോകുന്നുണ്ടല്ലോ. അത് കൊണ്ടിന്യൂ പോകുന്നുണ്ട്. അപ്പം ഇനിയും പ്രതീക്ഷയുണ്ട്. ഈ 2 തവണയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു അഹങ്കാരം വരും. പ്രത്യേകിച്ച് സച്ചിദാനന്ദൻ പോലെയുള്ള കവികളൊക്കെ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാര് കുറച്ച് പ്രതിപക്ഷത്തെ കൂടി ഇരിക്കുമ്പോഴാണ് അവർ കരുത്തരാകുന്നത്. അഹങ്കാരം വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഹങ്കാരം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അത് ദാറ്റ്സ് ഡിഫറെന്റ്, സബ്ജക്റ്റീവ് ആണ്. പക്ഷെ അങ്ങനെ തോന്നില്ല. ആറ്റിറ്റ്യൂഡിൽ അങ്ങനെ ഒന്നും തോന്നില്ല. അതൊരു പ്രധാന പോയിന്റ് ആണ്. എന്താണ് അപ്പോ? തീർച്ചയായിട്ടും തുടരും. ആണ് സർക്കാർ തുടരും. ഞാൻ പ്രശാന്തിലേക്ക് വരാം. അതിന് നമസ്കാരം സാറേ. നമസ്കാരം. രണ്ടുപേരും കൂടി രാവിലെ നടക്കാൻ ഇറങ്ങിയതാണോ? എല്ലാ ദിവസവും രാവിലെ ഇറങ്ങും? എത്ര റൗണ്ട് നടക്കും? 3 പ്രാവശ്യം.
3 റൗണ്ട് നടക്കും. കൃത്യം എണ്ണിക്കൊണ്ട് 3 റൗണ്ട് നടക്കും. എന്നിട്ട് ഇവിടെ ഇരിക്കും. ഇവിടെ ഇതിന് എത്ര സമയം എല്ലാവരുടെയും വർത്താനം പറഞ്ഞിരിക്കും. വർത്താനം അപ്പൊ സ്ഥിരമായിട്ട് വർത്താനം പറയുന്നവരൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് പേര് ഉണ്ടല്ലേ? എന്തായിരുന്നു നിങ്ങൾ ചെയ്തിരുന്നത്? ചേട്ടൻ എഞ്ചിനീയർ ആയിരുന്നു ദുബായില്. ദുബായിൽ എഞ്ചിനീയർ ആയിരുന്നു. എത്ര കാലം വർക്ക് ചെയ്തു? അവിടെ 25 കാൽ നൂറ്റാണ്ട് കാലം ദുബായിലെ ആ വലിയ കെട്ടിടത്തിലൊക്കെ അല്ലേ? പല ഒരുപാട് റോഡുകൾ. മിക്ക റോഡുകളിലും ഞാൻ തന്നെ എന്റെ ഉണ്ടായി. ആണോ? ദുബായിലൂടെ പോകുന്ന എഞ്ചിനീയർ മെറ്റീരിയൽ എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ പല ദുബായിലെ റോഡുകളിലും ഇദ്ദേഹത്തിന്റെ കരസ്പർശവും ഇദ്ദേഹത്തിന്റെ ബുദ്ധിയൊക്കെ ഉണ്ട്. അപ്പോ കേരളത്തിലെ റോഡുകൾ എങ്ങനെയാ പൊതുവെ ഇപ്പോ? പൊതുവെ അത്ര നല്ലതെന്ന് പറയാൻ പറ്റൂല. അവിടത്തെ ഉള്ള റോഡിനെ അപേക്ഷിച്ച് പറ്റൂല. പിന്നെ ഇവിടത്തെ കോൺട്രാക്ടേഴ്സ് അല്ലേ. അതിന് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടുത്തെ കോൺട്രാക്ടർ പോലെ അവിടുത്തെ കോൺട്രാക്ടർ പോലെ തമ്മിലൊരു കാര്യമുണ്ട്. രാജ്യം രണ്ടല്ലേ? 40% പോലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റൂല. കറക്റ്റ്. That's the point. 30% അല്ലാതെ പോകും. എല്ലാം അങ്ങോട്ട് പോകും. പിന്നെ 30% ഉദ്യോഗസ്ഥന്മാർ എന്താ അവിടെ പറയുന്ന രാജകുടുംബമാണല്ല നോക്കുന്നെങ്കിൽ പോലും ഒരു കറപ്ഷനും ഇപ്പൊ 100 രൂപയുടെ ഒരു ടെൻഡർ അവിടെ പിടിച്ചാൽ, അല്ലെങ്കിൽ 100 കോടിയുടെ ടെൻഡർ അവിടെ പിടിച്ച് റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചു കരുതുക, എത്ര കമ്മീഷൻ കൊടുക്കണം അവിടെ? ഒരു കമ്മീഷനും കൊടുക്കണ്ട. That's the difference. ഒരൊറ്റ കമ്മീഷനും കൊടുക്കണ്ട. അതാണ് ദുബായ്. പക്ഷെ ഇവിടെ വരുമ്പോഴാണ് ഈ കമ്മീഷന്റെ കളി അല്ലേ? എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഈ ദുബായിലെ ജീവിതമാണോ കേരളത്തിലെ ജീവിതമാണോ കുറച്ചുകൂടി നല്ലത്? അവിടെ പൈസയൊക്കെ ഉള്ളു. അവിടെയൊക്കെ പൈസയുണ്ട്. ഇവിടെ അല്ലെ? ഇവിടെ സമാധാനമില്ലേ? സമാധാനമുണ്ട്. നല്ല ഈ മ്യൂസിയത്തിൽ വന്നിരിക്കാം, ആകാശവാണിയുടെ പാട്ട് കേൾക്കാം, വാർത്ത കേൾക്കാം, ഇവിടെയൊക്കെ നടക്കാം, പച്ചപ്പ് കാണാം. അവിടെ പെണ്ണുങ്ങളെ അടച്ചിട്ട് ഇരിക്കുന്നൊരു സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യം. എങ്ങനെ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നു, സർക്കാർ മാറണമെന്നൊരു അഭിപ്രായം ഉണ്ടാ? ഞാൻ ഒരു വീട്ടമ്മ, എനിക്ക് ഒരു വീട്ടമ്മയുടെ അഭിപ്രായം ശക്തമാണ്. വീട്ടമ്മമാർക്ക് ഒരുപാട് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് സർക്കാർ. എന്റെ അഭിപ്രായം പിണറായി സർക്കാർ മാറണോ വേണ്ടയോ? വരട്ടെ, അവര് തന്നെ വീണ്ടും വന്നിരിക്കട്ടെ. അവര് തന്നെ വീണ്ടും വന്നിരിക്കട്ടെ. ഈ സർക്കാർ മാറുന്നതിൽ ഒരു കാര്യമില്ല. ഈ സർക്കാർ തന്നെ ഇരിക്കണം. അതെന്താ അങ്ങനെ? അതാണ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയാൽ കുറച്ച് നല്ല കാര്യങ്ങൾ ഈ സർക്കാരാണ് ചെയ്തിട്ട്. ഓക്കെ. ദുബായിലുള്ള എഞ്ചിനീയർ ആണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ സർക്കാർ തന്നെ ഇരിക്കട്ടെ എന്നുള്ളതാണ്. അവരുടെ ഭരണത്തെ അതൃപ്തിയില്ല. അതൊരു അതൃപ്തിയില്ല. ഓക്കെ.